നമസ്കാരം. വടകരയിൽ വ്യാജ പ്രചാരണം നടത്തിയത് ഷാഫി പറമ്പിലിന്റെ അറിവോടെയാണെന്ന ആരോപണത്തിനെതിരെ ആഞ്ഞടിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇടത് സ്ഥാനാർത്ഥി പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും രാഹുൽ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ. സ്ഥാനാർത്ഥിയുടെ പേജിൽ നിന്ന് അധിക്ഷേപകരമായ പരാമർശമുണ്ടായെന്ന് ഇടത് സ്ഥാനാർത്ഥി പറഞ്ഞിരുന്നുവെന്നും രാഹുൽ പറഞ്ഞു. ഇത് വെള്ളത്തിന് തീ പിടിക്കുന്ന പച്ചക്കള്ളമാണെന്നും രാഹുൽ പറഞ്ഞു. കേരളത്തിലെ സൈബർ കുറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് കേരള പോലീസാണ്. അവർ നടപടിയെടുക്കാത്തതിന് തങ്ങളോട് കുതിര കയറിയിട്ട് കാര്യമില്ല. കെ രമയുടെ മുഖംമൂടി ധരിച്ച് അശ്ലീല പ്രകടനം നടത്തിയ CPM ചെയ്ത പ്രവൃത്തിയെ കേരളത്തിലെ സമൂഹം മറന്നിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിന്റെ ഉത്തരവാദിത്വം CPMന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയനാണോ എന്നും രാഹുൽ പരിഹസിച്ചു. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിരിക്കുന്ന കമന്റുകളും രാഹുൽ ഉയർത്തിക്കാട്ടി. ഈ കമന്റുകൾ ഏറ്റെടുക്കേണ്ടത് കെ രാധാകൃഷ്ണനാണോ എന്നും അദ്ദേഹം ചോദിച്ചു. കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ലേഖകന്മാരോട് കമന്റുകൾ വായിക്കാൻ ധൈര്യമുണ്ടോ എന്നും രാഹുൽ പ്രത്യേകം ചോദിച്ചു. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലൊരു വാർത്ത ദേശാഭിമാനി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ദേശാഭിമാനിക്കെതിരെ കേരള പോലീസിന് പരാതി നൽകുകയും മാനനഷ്ടത്തിന് കോടതി മുഖാന്തരം വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാജ പ്രചരണം നടത്തിയ ശ്രീമതി ടീച്ചർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും രാഹുൽ പറഞ്ഞു. തന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജമായ വീഡിയോകളും ചിത്രങ്ങളും പ്രചരിപ്പിച്ചുവെന്നാണ് വാർത്ത. താൻ ഈ രീതിയിൽ ഒരു വീഡിയോയോ ഫോട്ടോയോ വ്യാജമായി പ്രചരിപ്പിച്ചതായോ ചമച്ചതായോ തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും UDFന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വടകരയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ഇക്കാര്യത്തിൽ വടകരയിലെ ജനങ്ങൾ മറുപടി നൽകുമെന്നും രാഹുൽ പറഞ്ഞു. അതേസമയം വടകര UDF സ്ഥാനാർത്ഥിയും 2 നേതാക്കളും അടങ്ങുന്ന മൂവർ സംഘമാണ് സോഷ്യൽ മീഡിയയിലൂടെ നികൃഷ്ടമായ പ്രചാരണം നടത്തുന്നതെന്നാണ് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആരോപിച്ചത്. കണ്ണൂർ യൂത്ത് സെന്ററിൽ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം ആരോപിച്ചത്. അങ്ങേയറ്റം നീചമായി സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നും മുഖമില്ലാത്തവരല്ല പ്രചാരണത്തിന് പിന്നിലെന്നും VK സനോജ് പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് പ്രചാരണം നടത്തുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. വടകര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, P സരിൻ എന്നിവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും സനോജ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ ഷോബിൻ തോമസ് കേട്ടാൽ അറക്കുന്ന അസഭ്യം KK ശൈലജ ടീച്ചർക്കെതിരെ പോസ്റ്റ് ചെയ്തുവെന്നും ഇതിൽ തെളിവുകളുണ്ടെന്നും VK സനോജ് പറഞ്ഞു. ആരും സോഷ്യൽ മീഡിയയിൽ ഇത്തരം കമന്റുകൾ ചെയ്യാൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട DYFI പ്രവർത്തകരാരും ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടിട്ടില്ല. ഞങ്ങളാരും ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർക്കായി ജാമ്യമെടുക്കാൻ പോയിട്ടില്ല. കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേജിൽ പോസ്റ്റിട്ട എബിനെ യൂത്ത് കോൺഗ്രസ് തള്ളി പറഞ്ഞില്ല. എന്തിനാണ് എബിനെ വീണ്ടും കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആക്കിയതെന്നും VK സനോജ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നാഷണൽ കോർഡിനേറ്ററായ ഷോബിൻ തോമസ് ആണ് മോർഫ് ചെയ്ത ചിത്രങ്ങളും എഡിറ്റ് ചെയ്ത വീഡിയോയും കണ്ടന്റും പ്രചരിപ്പിക്കുന്നയാൾ. എന്തുകൊണ്ട് ഇയാളെ തള്ളിപ്പറയാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ലെന്നും പറയണമെന്നും VK സനോജ് പറഞ്ഞു. വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വടകരയിലെ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ചുമതല. യൂത്ത് കോൺഗ്രസിലെ കണ്ണൂരിലെ സുധാകര വിഭാഗം നേതാവായ ഫർസീൻ മജീദ് തന്നെയാണ് തനിക്ക് കിട്ടേണ്ട വോട്ട് കിട്ടിയില്ലെന്ന് പരാതിപ്പെട്ടത്. നടൻ വിജയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയവരാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വമെന്നും VK സനോജ് പരിഹസിച്ചു. എത്രമാത്രം അധമമായ മാനസികാവസ്ഥയാണ് യൂത്ത് കോൺഗ്രസിന്. തൊഴിലുറപ്പ് തൊഴിലാളികളെ ആക്ഷേപിച്ച് മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മൂവർ സംഘത്തിനെ കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. തൃക്കാക്കരയിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ കിട്ടിയാൽ ആരെങ്കിലും പ്രചരിപ്പിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞ ആളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതുകൊണ്ട് സതീശനും സുധാകരനുമൊക്കെ ഇത്തരം സൈബർ സംഘങ്ങളെ തിരുത്തുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും സനോജ് പറഞ്ഞു.